ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ഔട്ട്പുട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട്പുട്ട് 100 ആണെങ്കിൽ ആ 100 റിസൾട്ട് കിട്ടുന്നത് ആരിലൂടെയാണ്? ക്രിസ്തുവിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവെന്നൊക്കെ പറയത്തില്ലേ, ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയും. ക്രിസ്തുവിൽ പ്രവർത്തിച്ച് 100% റിസൾട്ട് ഉണ്ടാക്കിയ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് കൃപയുടെ സോഴ്സ് എന്ന് പറയണത്. കർത്താവിൻ്റെ യേശു കൃപയെന്ന് പറയുന്നത് എന്താണ്? യേശുവിൽ വസിച്ച് യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പ്രസാദിച്ച പിതാവ് അവനും നൽകിയ പ്രസാദം പരമദിവ്യകാരുണ്യത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ ടൈറ്റിൽസ് ഉണ്ട്. അമലോത്ഭവ മാതാവ്, നിത്യകന്യക, ദൈവമാതാവ്, ടൈറ്റിൽസാണ്. ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താ? ആ ക്യാപിറ്റൽ ടൈറ്റിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ബൈബിൾ ഇൻബിൽറ്റാണ് ക്യാപിറ്റൽ ടൈറ്റിൽ. എന്താണത്? ദ മദർ ഓഫ് ജീസസ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആ ടൈറ്റിൽ നേരിട്ട് ആർക്കും തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം? അത് ഇൻബിൽട്ടാണ്, ബൈബിളിൻ്റെ അസ്ഥിവാരത്തിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ അമ്മയും അവിടെ, മറിയം അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണത്, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അണ്ടർസ്റ്റുഡാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കണം? അവസാനം യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ് വരെ, പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരം വഹിച്ചുകൊണ്ട് ദേവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ, ആ അമ്മയാണ് ദൈവം അവസാനം ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത്, ഇല്ലേ? എന്താ കാര്യം? യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്ന ടൈറ്റിലുകളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ്. ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത്. എന്താ കാര്യം? അത് കാനായിലെ കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ്. ആ അമ്മ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ. എന്താണ്? ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയാണ് യേശു നമ്മൾക്ക് നൽകിയത്. എപ്പോഴാണ് നൽകണത്? യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ വരും. അതിന് നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ്. ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. ഈ അമ്മയാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സുവിശേഷ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയും നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന അമ്മ. കയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ടൈറ്റിലെ മദർ ഓഫ് ജീസസിനെ ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ്? സഭയല്ല, പിന്നെ ആരാണ്? ഈശോയാണ്. അതാണ് വിഷയം. അതിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്താ വിഷയം? ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത്. ഈ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ
ഉടമ്പടി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിത്യത. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹത്തിലും പരത്തിലും നിത്യത വരെ എത്തുന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അല്ലാതെ ഒരു 3 മാസത്തെ ഉടമ്പടിയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കാനുള്ള താൽക്കാലിക നടപടിക്രമം അല്ലത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ അംഗീകരിച്ചിട്ട് ഇത്രയും അടയാളം കാണിച്ചിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി കൃപാസന ശുശ്രൂഷ ദൈവം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അർത്ഥത്തിലെ ആധ്യാത്മികത ആവഹിക്കുന്നതിനും അനുവർത്തിക്കുന്നതിനും ക്രിസ്തുവിന്റെ ആധ്യാത്മികത ശുദ്ധ അമ്മയിലൂടെ അനുകരിക്കുന്നതിന് എന്നെ ശക്തമാക്കുന്നതിന് എനിക്കെല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നതിന് ഞാൻ നന്ദി പറയുന്ന നന്ദി, ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ മനുഷ്യന്മാരായത് കാരണം മാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാകാതിരിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടുമെങ്കിൽ അതുപോലൊരു ദേവനാണ്, ദേവിയാണ് യേശു, അല്ലെങ്കിൽ അതുപോലെ ഒരു ആളാണ് യേശു എന്ന രീതിയിലേക്ക് നിങ്ങൾ യേശുവിനെ മിനിമൈസ് ചെയ്യും. യേശു അങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ്റെ നടപടിയെന്ന് പറയണത് മനുഷ്യരാശിയുടെ പാപത്തിനാണ്, മനുഷ്യരാശിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ എക്കാലങ്ങളിലുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവത്താൽ നിയമിതനായവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൻ നിശബ്ദമായി സർവ്വസമർപ്പണത്തോട് സഹകരിച്ചത് കൊണ്ടാണ് അവനെ ദൈവം അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷയായത്. അതുകൊണ്ട് തന്നെ അവന് ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുത്തത്. അതുകൊണ്ട് അവനാണ് പൂർണ്ണ പ്രസാദങ്ങളുടെ മധ്യസ്ഥനെന്ന് പറയണത്. അത് ആ സ്ഥാനം ആർക്കുമില്ല. കാര്യം എന്താ? അവനാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവാണ് അവന് പൂർണ്ണ പ്രസാദം കൊടുത്തിരിക്കുന്നത്. ആ രക്ഷാകരം നടപടിക്രമം. കാര്യം അവൻ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന് ഇടയിലും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനുമാണ്. കയ്യടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ 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 യേശുനാമമല്ലാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എക്കാലങ്ങളിലും യേശുവിനെ സാധാരണ മനുഷ്യൻ്റെ കപ്പ കഞ്ഞി വീട് ജോലി വിവാഹം എന്നുള്ള കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാക്കി മാറ്റാൻ വേണ്ടി വളരെ സാധാന്യമായ ഒരു ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിന് അടിപ്പെട്ട് പോയിട്ടുമുണ്ട്. ക്രിസ്തു അത് പലപ്പോഴും തിരുത്തിയിട്ടുമുണ്ട്. എന്താ കാര്യം? ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞ്? പിതൃസ്വത്ത് ഞാനുമായിട്ട് ഭാഗിക്കാൻ നീ എൻ്റെ ജ്യേഷ്ഠനോട് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 12:13. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ലൂക്ക 12:13. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ.
അപ്പൊ ഈശോ എന്താ മറുപടി പറഞ്ഞത്? യേശു അവനോട് ചോദിച്ചു. അവിടെ യേശു ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥനാകുന്നില്ല. അതെല്ലാം യേശുവിൻ്റെ ദൗത്യം. അതാണ് വിശേഷം. എന്താ പറയണത്? ഹേ മനുഷ്യ, പറഞ്ഞേ, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇത് അതായത് നിത്യരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചെടുക്കുന്നതിനും അത് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ അത് തിരികെ മനുഷ്യരാശിക്ക് ജീവൻ പകരുന്നതിനും നിത്യജീവനിലേക്ക് അവനെ കരകയറ്റുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യാവതാരം ചെയ്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കൊച്ചു കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാനും ഒരു ബലപ്രയോഗം എക്കാലങ്ങളിലും ഉണ്ടാവും. നമ്മളുണ്ടാവും. നമ്മളും കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പലരും പരിശുദ്ധ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം, പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും പിശാ പുതുക്കണമെന്ന് പറയും. പരിശുദ്ധ കുർബാന എന്തിനാണ്? എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അതായത് പിതാക്കന്മാർ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. അപ്പം നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം. നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശമെങ്കിലും കുർബാനയിൽ ഈ കുർബാന പങ്കെടുക്കുന്ന അണ്ണന്മാരെന്താ ചെയ്തിരിക്കണത്? അവരുടെ ജോലി, വീട്, വിവാഹം, നൊവേനെ പറയുന്ന കാര്യമെല്ലാം കുർബാനയെ പറയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിൻസി രാജേഷ്. ഞാൻ പൂങ്കാവിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിരുന്നു. ഞങ്ങൾ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛനെ കണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് താമസിയാതെ തന്നെ കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. 2022 മാർച്ച് 25 ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയത്തി ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, അവർക്ക് എനിക്ക് ഉടമ്പടിയുടെ തൈലം തന്നു വിട്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വയറ്റിൽ പ്രാർത്ഥിച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ 2022 മാർച്ച് 25 ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ LPSCയുടെ പരീക്ഷ 2019 ഞാൻ എൻ്റെ കാശുരൂപം കൊണ്ട് മാതാവിൻ്റെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ പോയത്. ഈ എടുത്ത ലിസ്റ്റിൽ 13ാമത്തെ റാങ്കായിട്ട് എനിക്ക് ജോലിയിൽ അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു സ്വന്തമായിട്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കാശുരൂപം മേടിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം നൽകി അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഇത്രയും അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. വിദേശത്തായിരുന്നു ഭർത്താവ് വിദേശത്തായിരുന്നു. എൻ്റെ പേര് അനു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് പ്രധാനമായും ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മകൻ 10th അവൻ 10th കയറിയതിന് ശേഷം ഭയം കൊണ്ടാണോ എന്നറിയില്ല, അവന് ഭയങ്കര പേടിയായിരുന്നു. തരക്കേടില്ലാണ്ട് പഠിക്കുന്ന കൊച്ചാണ്, പക്ഷേ പരീക്ഷകളെ അഭിമുഖീകരിക്കാനായിട്ട് അവന് സാധിക്കുന്നില്ല. പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവന് അന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ അന്നത്തെ പരീക്ഷയുടെ സകലതും അവൻ പഠിച്ചത് മറന്നു പോവുകയാണ്. 10ലായതുകൊണ്ട് എനിക്കത് ഭയങ്കര നിരാശയുള്ള ഒരു അവസ്ഥയുണ്ടാക്കി. അങ്ങനത്തെ ഒരു കൊച്ചായിരുന്നില്ല അവൻ. അപ്പോൾ ടെൻഷൻ കൂടി ഒരു ദിവസം ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ ഹസ്ബൻഡിന് ആരോ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഒരു പേപ്പർ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പം കൊണ്ടുകൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിരാശപ്പെടേണ്ട, കൃപാസനത്തിൽ പോയിട്ട് മാതാവിൻ്റെ ഉടമ്പടി എടുക്കുക, അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവുമില്ലാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി മുഖാന്തരം ഞാൻ ട്രെയിനിൽ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മയോട് പറഞ്ഞ് അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുത്തെ അത്ഭുത ലോക്കറ്റ്, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, മാതാവിൻ്റെ അത്ഭുത ലോക്കറ്റ് മെഡൽ വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം തുടർന്നുള്ള എല്ലാ പരീക്ഷകളിലും അവൻ പോകുമ്പോൾ
ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. മാതാവേ, അവനെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റാനുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ പിന്നീട് അവിടുന്ന് എല്ലാ പരീക്ഷകളിലും ഞാൻ അവനെ ഈ ലോക്കറ്റ് കൊടുത്തിട്ടാണ്, പോക്കറ്റിൻ്റെ അകത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ പരീക്ഷകൾക്കും വിട്ടിരുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഞാൻ വളരെയധികം ഒരു ടെൻഷൻ കലർന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ആ സമയത്ത് കടന്നു പോയത്. ആ ലോക്കറ്റ് അവന് കയ്യിൽ കിട്ടിയ അന്ന് തൊട്ട് അവന് പറഞ്ഞാൽ തീരില്ല, അത്രയും അധികം ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് എന്ത് പരീക്ഷ എഴുതാനും അവനൊരു ഭയം ഉണ്ടായിരുന്നില്ല. അവൻ ദൈവാനുഗ്രഹം കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഉടമ്പടി പാലിച്ചിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ +2 10th നല്ല മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് ഇപ്പോൾ അവൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ +2 പാസ്സായി. ഇന്ന് അവൻ ഞങ്ങൾ കീമും JEE ഒക്കെ അവൻ ഈ മെഡൽ കുത്തിപ്പോയത് കൊണ്ട് മാത്രം, മാതാവിൻ്റെ മെഡൽ കൊണ്ട് കുത്തിപ്പോയത് കൊണ്ട് മാത്രം അവൻ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥകളിലുള്ള മാർക്കുകളൊക്കെ അവൻ വാങ്ങിച്ച് ഇന്ന് അവൻ ഞാൻ ആഗ്രഹിച്ച കോളേജിൽ അവൻ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് ചേർന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് അവൻ ക്ലാസ്സിന് പോയി തുടങ്ങി. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ നിമിഷം അർപ്പിക്കുന്നു. അതിനോടൊപ്പം എൻ്റെ കുടുംബത്ത് മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകൾ ഇന്നൊരു ചെറിയൊരു ഹോർമോൺ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനിന്ന് ഉടമ്പടി അടുത്താണ് പോകുന്നത്, പുതുക്കിയിട്ടാണ് പോകുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ മകളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേനോട് പറഞ്ഞാൽ സാധിക്കാത്ത ഒരു കാര്യമില്ലെന്ന് ഒന്നുകൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നന്ദി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോവിഡ് സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ അവർ 2 മാസത്തേക്കും കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്തു. അന്നേരം അതൊരു പേപ്പർ കൊടുത്തു. അപ്പോൾ നമുക്ക് കോവിഡായ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ട് 2 മാസം തികയുന്നതിന് മുൻപ് തന്നെ ആ കമ്പനി തന്നെ ആ ജോലി അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. സൗദിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉപേക്ഷിച്ച ഒരു ആളെ വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു വിഷയമില്ലായിരുന്നു. 24 കൊല്ലമായിട്ട് വർക്ക് ചെയ്തിട്ടും അവരൊരു കാരണവുമില്ലാതെ ആളെ കമ്പനിയിൽ നിന്നും പുറത്താക്കി. എന്നിട്ടും ആ കമ്പനിയിൽ തന്നെ അദ്ദേഹത്തെ അവർ തിരിച്ചെടുത്തു. അതും ഞാൻ മാതാവിനെ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. ഞാനിവിടെ അതും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരന് ഞാനിവിടെ വരുമ്പോൾ 19 വരുമ്പോൾ അവന് കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. എന്നിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നില്ല. ഞാൻ മാതാവിനോട് എൻ്റെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് അവന് 5 കൊല്ലത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഈ ഒക്ടോബർ 30 അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം തികയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 2 അവനൊരു ആൺകുഞ്ഞിനെ മാതാവ് സമ്മാനമായിട്ട് കൊടുത്തു. ഇന്നിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു. ആ സാക്ഷ്യവും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പേര് അഷീത മരിയ. ഞാൻ ചേരാനല്ലൂർ നിത്യസഹായ മാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 19, 2022 എൻ്റെ മമ്മിയാണ് എനിക്ക് വേണ്ടി എടുത്തത്. ഇതെടുക്കാൻ കാരണം ഉടമ്പടി ഇവിടെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനൊരു മാതാവ് ഉണ്ടെന്നും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ആൻറ്റിയും പിന്നെ വേറെ എൻ്റെ ഒരു ഹിന്ദു ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹിന്ദു മതസയിൽ ഇരിക്കുന്നത്. ആ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് തന്നെ. എൻ്റെ മമ്മിക്കും അത്ര വലിയ വിശ്വാസമൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഞാനിതെടുക്കുന്നതിന് മുന്നേ സെപ്റ്റംബർ ഇൻടേക്കിൽ ഞാൻ UK പോകാൻ വേണ്ടി അപ്ലൈ ഒക്കെ ചെയ്തതായിരുന്നു. അവരാദ്യം ഏജൻസിക്കാർ പറഞ്ഞത് IELTS വേണ്ട എന്ന് തന്നെയാണ്. എൻ്റെ മാർക്ക് വെച്ച് എനിക്ക് കിട്ടും,
അവിടെ കിട്ടും എന്നൊക്കെ തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്ക് അപ്ലൈ ചെയ്തിട്ടും 1 മാസമായി, 1.5 മാസമായിട്ടും എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നില്ല. ഓഫർ ലെറ്റർ വരാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, മീൻസ് ടെൻഷനായിരുന്നു, എന്താ വരാത്തത്. എന്നാലും ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു, എന്താ വരാത്തത്, ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് IELTS വേണം എന്ന് അതിനകത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നോട് ഏജൻസിക്കാർ പറയുന്നത് IELTS പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുത്താലേ ഇതിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ഞാൻ ഒരു ക്രാഷ് കോഴ്സിന് ചേർന്നു. 15 ദിവസത്തെ ക്രാഷ് കോഴ്സിന് ചേർന്നിട്ട് എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായില്ല. കാരണം പഠിച്ചു വന്നപ്പോൾ അറിയാവുന്നതൊക്കെ തന്നെ ആയിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് എക്സാമിന് ഡേറ്റ് എടുത്തു, എഴുതിയിട്ട് എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈസി ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വന്നതിന് മുന്നേ തന്നെ അവിടെ ഇനീഷ്യൽ എമൗണ്ട് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ റിസൾട്ട് വരുന്നതിന് മുന്നേ ജയിക്കുമെന്നുള്ള ഉറപ്പോടെ കൂടെ തന്നെ 7 ലക്ഷം അവിടെ ഞങ്ങൾ അടച്ചിട്ട് അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞാൽ നിങ്ങളുടെ റിസ്കോട് കൂടിയാണ് ഇത് അടക്കുന്നത്, കാരണം റിസൾട്ട് വരുന്നതിന് മുന്നേ അല്ലേ അടക്കുന്നത്, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായി. പിന്നെ റിസൾട്ട് വരുന്ന ഡേറ്റ് ആയപ്പോഴേക്കും ഞാൻ ഒരു മോഡ്യൂളിന് പോയി. ഒരു 0.5 മാർക്കിൽ, ബാക്കി എല്ലാത്തിനും എനിക്ക് മാർക്ക് ഉണ്ടായി. പക്ഷേ റീഡിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൽ പോയി. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് പിന്നെ വേറൊരു വഴിയില്ല, എനിക്ക് പിന്നെ രണ്ടാമത് എഴുതാൻ പറ്റില്ല, കാരണം ടൈമില്ല. അവർ പറയുന്ന കട്ട് ഓഫ് ഡേറ്റിൽ എനിക്ക് പിന്നെ റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട, പ്രാവശ്യം പോകണ്ട, റീഫണ്ടിനൊക്കെ ഞാൻ അപേക്ഷിച്ച്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് പോയി. പിന്നത്തെ ലാസ്റ്റ് ടൈം വന്നതാണ് ഓഗസ്റ്റ് 19 വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അതിന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങളൊരു 2 ആഴ്ച മുന്നേ ആണ് ഈ റീഫണ്ടിന് വേണ്ടി അപേക്ഷിച്ചത്. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതും ഞങ്ങൾക്ക് ഏജൻസിക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളിത് ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചവരോടൊക്കെ അവർ പറഞ്ഞത് 3 മാസം എടുക്കും എന്നാണ്. 3 മാസം എടുക്കാണ്ട് മിനിമം 3 മാസം എടുക്കും, അത് കൂടിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചു മാതാവിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു. എന്നാലും ഞങ്ങൾ വിചാരിച്ചത് ടൈം എടുക്കും എന്ന് തന്നെയാണ്. ഇവിടെ ഉടമ്പടി എടുത്ത് 1 മാസം ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ മമ്മിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചത്. മമ്മിക്ക് അത് റീഫണ്ടായി. അയച്ച പൈസ മൊത്തം കിട്ടിയില്ലെങ്കിലും എന്നാലും കിട്ടി ഞങ്ങൾക്ക്. ആ ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹമാണ്. കാരണം നെക്സ്റ്റ് ഇൻടേക്ക് ഞാൻ നോക്കുമായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ വേറെ ഏജൻസിയിൽ കൊടുത്തു, ജാനുവരി ഇൻടേക്കിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ IELTS എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞു. IELTS ഞാൻ കോച്ചിങ്ങിന് പോയി, 1 മാസം കോച്ചിങ്ങിന് പോയി. അതിൻ്റെ ഇടയിൽ വേറൊരു ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പോവാറ് വണ്ടിക്ക്. അന്ന് എന്നെ ഡാഡി കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി എന്നെ കൊണ്ടുപോയി ആക്കുന്ന ടൈമിൽ ഞാൻ മമ്മീനോട് പറയാണ്ട്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സെക്കൻഡ് ടൈം IELTS എഴുതാൻ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ആദ്യം പോയ സ്ഥലത്തുനിന്നും സെക്കൻഡ് ടൈം കോച്ചിങ് പോയ സ്ഥലത്തും കൂടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഭയങ്കര ടെൻഷനായതുകൊണ്ട് ഞാൻ മമ്മീനോട് പറയാണ്ട് ഇവിടെ നിന്ന് തരുന്ന കാശ് രൂപം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിലിരുന്ന് ബാക്കിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അന്ന് മഴ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ സ്കിഡായി. എടപ്പള്ളി പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ സ്കിഡായി ഞങ്ങൾ വീണു. കാര്യമായിട്ട് ഒന്നും പറ്റിയില്ല. മീൻസ് ഞാൻ മാതാവിനെ കൈ പിടിച്ചേക്കുന്ന പോലെയാണ് മാതാവ് എന്നെ കൈ പിടിച്ചു വെച്ചത്. എനിക്കൊന്നും പറ്റിയില്ല. ചെറിയ മുട്ടിനൊരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. ഡാഡിക്ക് ചെറുതായിട്ടൊരു എയർലൈൻസ് സ്ക്രാച്ച് വന്നു. ഞങ്ങൾ വിചാരിച്ചത് 3 പ്രാവശ്യം സെയിം മുട്ട് തന്നെ വീണത് കൊണ്ട് അപ്രാവശ്യം ഡാഡിക്ക് ഭയങ്കരമായിട്ടും വേദന ഉണ്ടായി. ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഡാഡീനെ ഓട്ടോയിൽ കയറ്റി. ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ആ വീണ ഇതിൽ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ഞാൻ അവിടെയൊക്കെ നോക്കി. പിന്നെ ഡാഡിനെ ഇതിൽ കൊണ്ടുപോകുന്ന ഇതുകൊണ്ട്
എനിക്ക് നല്ലപോലെ നോക്കാൻ പറ്റിയില്ല. തിരക്കുമായിരുന്നു, നല്ല റോഡ് ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി. അത് കഴിഞ്ഞ് ഡാഡിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഹോസ്പിറ്റലിൽ ചെറുതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി വന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ എൻ്റെ മമ്മി എന്നോട് കുറേ ദേഷ്യപ്പെട്ട് ചോദിക്കാണ്ട് എടുത്തുകൊണ്ട് പോയി. എന്തിനാണ് നീ എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി, മമ്മിക്കും ഭയങ്കര സങ്കടമായി, കാരണം കയ്യിൽ നിന്ന് പോയതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ ഞാനും എൻ്റെ കസിനും കൂടെ പെട്ടെന്ന് അവിടെ തന്നെ ആ സ്ഥലത്ത് വീണ സ്ഥലത്ത് തന്നെ ചെന്ന് ഞങ്ങളൊന്നും കൂടെ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് വേറെ കാശ് രൂപം മേടിച്ച് പിന്നെ ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നത് 29-ാം തീയതിയാണ്. 29-ാം തീയതിയാണ്, സെപ്റ്റംബർ 29-ാം തീയതിയാണ് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അത് എടുക്കുന്നതിന് മുന്നേ ഞാൻ സാറിനോടൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് എടുക്കണ്ട, കാരണം ഞാൻ ഓഗസ്റ്റ് 29-ാം തീയതി ചേർന്നിട്ടും അതിൻ്റെ ഇടയിൽ കുറേ ലീവുള്ള കാരണം എനിക്ക് ക്ലാസ് ഒന്നും മര്യാദക്ക് കിട്ടാത്തതുകൊണ്ട് സാറ് പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് ടെസ്റ്റ് ഡേറ്റ് എടുക്കണ്ട, കിട്ടിയെന്ന് വരില്ല, റീഡിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്രാവശ്യം എല്ലാവരും ഈ ഇടയായിട്ട് റീഡിങ്ങിനാണ് പോകുന്നത്, അതുകൊണ്ട് നീ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം, നീ അതുകൊണ്ട് ഡേറ്റ് എടുക്കണ്ട. പക്ഷെ എന്നാലും എനിക്ക് 29-ാം തീയതി തന്നെ എടുക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയാണ്ട് ഞാൻ 29-ാം തീയതി തന്നെ ഡേറ്റ് എടുത്ത്, ഞാൻ സാറിനോടൊന്നും പറയാണ്ട് തന്നെ എടുത്തു. ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച, അതായത് 20 ആയപ്പോഴേക്കും 20-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഇനി ഒരാഴ്ച ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് 20-ാം തീയതി എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നേക്കുന്നു. 29-ാം തീയതി എനിക്ക് ലിസണിങ് ആണെന്ന്. 2 ദിവസമായിട്ടാണ്, 23-ാം തീയതി 2 ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒരു ദിവസം ലിസണിങ് ആണെങ്കിൽ മറ്റേ ദിവസം പേപ്പർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അപ്പോൾ ഈ ലിസണിങ് സ്പീക്കിംഗ് ശരിക്കും ഒരു ദിവസം മുന്നെയാണ് വരുന്നത്.